ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യൂജിൻ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. ഹെയർ ഓയിലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളുടെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ പ്രോഡക്റ്റുകളെല്ലാം തന്നെ ആമസോണിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ആമസോൺ ലിങ്ക് മൈ ഹോട്ട് സ്റ്റോറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് നോക്കാനും പർച്ചേസ് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഞാനിവിടെ മുടിയുടെ ചടയൊക്കെ കളഞ്ഞ് ഒന്ന് ചീകി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ വന്നിരുന്നത്. വേപ്പ് പോലുള്ള മരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ചീപ്പിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. താരം കുറയ്ക്കാനായിട്ട്, ചൊറിച്ചിലകറ്റാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 100-നും 200-നും ഇടയ്ക്കാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാനാണ് പോകുന്നത്. ഞാനിവിടെ പാരച്യൂട്ടിൻ്റെ ആൽമണ്ട് ഓയിലും അതേപോലെ തന്നെ ഓണിയൻ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിന്നെ കാച്ചിയ എണ്ണയാണ് ഉള്ളതെങ്കിൽ അത് ഉപയോഗിക്കാം. എണ്ണ ഒന്ന് ചൂടാക്കി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഡബിൾ ബോയിലിംഗ് ചെയ്തൊക്കെ ഒന്ന് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു 100-നും 200-നും ഇടയ്ക്ക് തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ടി കൂടിയ ആവണക്കെണ്ണ പോലുള്ള എണ്ണകളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മൾ എത്ര മിനിറ്റാണ് സാധാരണ എണ്ണ അപ്ലൈ ചെയ്തിട്ട് നിൽക്കുന്നത് അതനുസരിച്ച് മാത്രം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്യാം. ഓരോരുത്തരുടെയും ശരീരപ്രകൃതി അനുസരിച്ചാണ്. ചിലർക്ക് പെട്ടെന്ന് നീരിറക്കം കാര്യങ്ങളൊക്കെ വരുന്നവരാണെങ്കിൽ കുറച്ച് സമയം മാത്രം ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാവുള്ളേ. കൈകൊണ്ട് നമ്മൾ മസാജ് ചെയ്യുന്നതിനേക്കാളും വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് ഈ ഒരു സ്കാൽപ്പ് മസാജർ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതുപോലെ ചെയ്യാം കേട്ടോ. ഇത് റിനീസ്മിയുടെ ഒരു സ്കാൽപ്പ് മസാജറാണ് കേട്ടോ. ഇത് നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മസാജ് ചെയ്യാൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഷാമ്പു ഇട്ടതിന് ശേഷവും മസാജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനായിട്ടും അതേപോലെ തന്നെ താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അകറ്റാനായിട്ടും നല്ലതാണ്. ഇതിൻ്റെ പ്രൈസും 200 രൂപയിൽ താഴെയായിട്ടാണ് കേട്ടോ വരുന്നത്. ഇന്നിപ്പം മഴയുള്ള ദിവസമായതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ടൈം ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് നിൽക്കുന്നില്ല. ഒരു 10 മിനിറ്റാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും എത്ര സമയമാണ് നിൽക്കാൻ പറ്റുക അതനുസരിച്ച് മാത്രം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഷാമ്പു ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് മാമ എർത്തിൻ്റെ കേരള താളിയാണ്. ഇത് 200 രൂപ പ്രൈസ് റേഞ്ചാണ് ഇതിന് വരുന്നത്. അത്യാവശ്യം നോർമലായിട്ടുള്ള ഹെയർകാർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെർബൽ ആയിട്ടുള്ള ഷാമ്പു ആണിത്. ഒരുപാട് താരൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളുള്ളവരാണെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പറ്റിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ഷാമ്പൂവിൻ്റെ ഡീറ്റെയിൽ ഞാൻ തരാം കേട്ടോ. അപ്പം ഞാനിവിടെ ഹെയർ വാഷൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് ലോറിയൽ പാരീസിൻ്റെ ഹെയർ സിറമാണ്. ഹെയർ സിറം നമ്മൾ മുടിയിൽ ഉപയോഗിക്കുന്ന മുടി ഒരുപാട് വരണ്ട് പോവാതിരിക്കാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ്. പ്രത്യേകിച്ച് എൻ്റെ മുടി ചുരുണ്ട മുടി അതുപോലെ തന്നെ ഒരുമാതിരി ഡ്രൈ ആകുന്ന ഹെയർ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരല്പം എടുത്താൽ മതി, ഒരുപാട് എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒരല്പം എടുത്തതിന് ശേഷം മുടിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മുടി സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യേണ്ട, ഇത് മുടിയിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ആ ഒരു രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ സിറമുകളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയത് ഈ ഒരു ലോറിയൽ പാരീസിൻ്റെ ആണ്. നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ സിറത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് കാണിച്ച പ്രോഡക്റ്റുകൾ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽസ് നോക്കാനും പർച്ചേസ് ചെയ്യാനും പറ്റും. താങ്ക് യു ഓൾ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.